വെച്ചാൽ AVA എന്ന് പറയുന്ന രണ്ടാൾക്കാരുണ്ട്. സോ അവരുടെ ഇൻകം എന്ന് പറയുന്നത് ഇൻകത്തിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 5:7 ആണ്. ഇവരുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് 9:11 ആണ്. അതിൽ എയുടെ സേവിങ്സ്, അതായത് ഇങ്ങനെ എഴുതിയിട്ട് സേവിങ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻകം നിന്ന് നമ്മുടെ സേവിങ്സ് കുറച്ചാൽ അത്രയാണ് നമ്മൾ എക്സ്പെൻഡ് ചെയ്തത്. സോ ഇൻകത്തിൽ നിന്നും എക്സ്പെൻസിലോട്ട് നമ്മുടെ സേവിങ്സ് കുറയ്ക്കുകയല്ലേ. സോ അതുകൊണ്ട് തന്നെ ഇയാളുടെ സേവിങ്സ്, എയുടെ സേവിങ്സ് 1200, ബിയുടെ സേവിങ്സ് എന്ന് പറഞ്ഞാൽ 2000 ആണ്. ഓക്കെ, ഓപ്ഷനിൽ നിന്നും നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കാം, നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദെയർ ഇൻകം എന്നാണ്. സോ എന്തായാലും എയുടെ ഇൻകം ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5 ആയിരിക്കും. നമുക്കത് ബിയുടെ ഇൻകം ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 7 ആയിരിക്കും. 5ൻ്റെ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കാൻ 7ൻ്റെയും ഇതെല്ലാം 5ൻ്റെ മൾട്ടിപ്പിൾ ആണ്, ഇതെല്ലാം 7 ഉണ്ട്, ഇതിൻ്റെ മൾട്ടിപ്പിളും ആണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു പോസിബിലിറ്റി നമുക്ക് നോക്കാൻ പറ്റില്ല. രണ്ടാമത്തെ പോസിബിലിറ്റി നമുക്ക് എന്ത് നോക്കുമെന്ന് വെച്ചാൽ, ഇപ്പം ഇത് ഇവിടെ നിൽക്കട്ടെ, അതിൻ്റെ എടുക്കുക, ഈ സൈഡിലെ നമ്പേഴ്സ് എടുക്കുക, ഈ സൈഡിൽ ഞാൻ പർട്ടിക്കുലർ ഈ സൈഡിലെ നമ്പേഴ്സ് എടുത്തിട്ട് ഇതിപ്പോൾ എന്താ ബിയുടെ ഇൻകം അല്ലേ എഴുതിയിരിക്കുന്നത്, ബിയുടെ ഇൻകം. സോ ബിയുടെ ഇൻകം ആണ് ഇത്. അപ്പോൾ ബിയുടെ ഇൻകം ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്കറിയാമല്ലോ, ഇൻകം മൈനസ് സേവിങ്സ് എന്തുവാ? എക്സ്പെൻഡിച്ചർ അല്ലേ. സോ ഈ 4200 ഇപ്പോഴത്തെ പോസിബിലിറ്റി മൈനസ് 2000 ഇറ്റ് ഈക്വൽ ടു ആണ് എക്സ്പെൻഡിച്ചർ. സോ ആ എക്സ്പെൻഡിച്ചർ എന്തായിരിക്കണം? അത് എന്ത് കിട്ടിയാലും എന്തായാലും അത് 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. കാരണം നോക്ക് കണ്ടോ, 9:11 എന്നാണ് ഈ കിട്ടുന്ന വരുമാനം. അതായത് ഈ പർട്ടിക്കുലർ വരുമാനത്തിൽ നിന്നും 2000 കുറച്ചാൽ കിട്ടുന്നത് ഏത് സംഖ്യയിലും 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള കാര്യം പറഞ്ഞോളൂ. നമ്മൾ ഫസ്റ്റ് പോസിബിലിറ്റി നോക്കിയെന്ന് വെച്ചാൽ ഇൻകം ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഇൻകം എന്തായാലും ഒരു പറയുന്നത് 5-7 എന്നാണ്. 5ൻ്റെ 7ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. പക്ഷേ എല്ലാം 5ൻ്റെ 7ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ രണ്ടാമത്തെ കേസ് നമ്മൾ നോക്കുകയെന്ന് വെച്ചാൽ നമുക്ക് മറ്റൊരു രീതിയിൽ നോക്കാൻ പറ്റുന്നു. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഇൻകത്തിൽ നിന്നും സേവിങ്സ് കുറച്ച് എക്സ്പെൻഡിച്ചർ അല്ലേ. സോ ഞാൻ ബിക്ക് പല ഇൻകം ആവാം. ഈ 4 ഓപ്ഷൻ അനുസരിച്ച് 4 ഇൻകം വരാം. അതിൽ നിന്ന് എല്ലാത്തിനും 2000 കുറയ്ക്കുമ്പോൾ ഏതാണോ 11ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത്, സോ അതാണ് നമ്മുടെ ബിയുടെ ഇൻകം. ഇപ്പോൾ നോക്ക്, 4200 നിന്നും ഞാൻ 2000 കുറയ്ക്കുമ്പോഴത്തേക്കും എനിക്ക് 2200 വരുന്നുണ്ട്. ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 11. യെസ്, അതാണ്. ഇനി 3500 നിന്നും 5600 മൈനസ് 2000 എത്ര വരും? 3600. 3600 ഒരിക്കലും ഒരു 11 എപ്പോഴും ഇങ്ങനെയല്ലേ വരും. സോ അത് 6300 മൈനസ് 2000 എത്ര വരും? 4300. സോ അത് ഒരിക്കലും. സോ ഇതാണ് ഈ ഒറ്റ ഓപ്ഷൻ. ഇപ്പം നമുക്ക് കിട്ടി. നമുക്ക് അടുത്ത ദിവസം നോക്കണം. ഇതാണ് കറക്റ്റ് ഉത്തരം. ഓക്കെ, ഇതാണ് ശരിയായ ഉത്തരം. ഇതാണ് ശരി. ആ 2 പോസിബിലിറ്റി വന്നെങ്കിൽ നമ്മൾ എന്താണ് നോക്കണം? എയും ഇതുപോലെ നോക്കണം. ആ 2 പോസിബിലിറ്റി എടുക്കുമ്പോൾ ബാക്കി എത്ര നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ എയുടെ കേസിൽ ഇപ്പോൾ എയുടെ ഇൻകം ഇതുപോലെ നമ്മൾ എഴുതുക. ഇപ്പോൾ എത്ര? ഇവിടെ 2 പോസിബിലിറ്റി വന്നെങ്കിൽ 3000 എടുത്ത് എഴുതുക, 2500 എഴുതുക, 4000 എഴുതുക, 4500 എഴുതുക. ഇതെല്ലാത്തിൽ നിന്നും 1200 മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യകൾ ഏതാണോ 9ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത്, സോ അതായിരിക്കും ഉത്തരം. സോ ഇത് നമുക്ക് ഇങ്ങനെ ഒരു കണ്ടുപിടിക്കാം. ഫസ്റ്റ് നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്ഷനിൽ നിന്ന് പിക്കപ്പ് ആണ് ഫസ്റ്റ് ഓപ്ഷൻ. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്ഷനിൽ നിന്ന് പിക്കപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ നമുക്ക് ഇതിന് വി ഹാവ് എ ട്രിക്ക്. നമ്മുടെ അടുത്ത് ഇപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്? എയുടെയും ബിയുടെയും ഇൻകം ആണ് ചോദിച്ചിരിക്കുന്നത്. സോ കണ്ടുപിടിക്കേണ്ടത് ഏതാ? ഇൻകം. സോ കണ്ടുപിടിക്കേണ്ടതാണ് നമുക്ക് ഇൻകം. സോ അതുകൊണ്ട് തന്നെ ഇൻകത്തിൻ്റെ റേഷ്യോ ഞാൻ ആദ്യം ഇങ്ങോട്ട് എഴുതി. രണ്ടാമത് തന്നിട്ടുണ്ട് എക്സ്പെൻഡിച്ചർ റേഷ്യോ. സോ എക്സ്പെൻഡിച്ചർ റേഷ്യോ എഴുതി. എന്താ എക്സ്പെൻഡിച്ചർ? സോ അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇവരെ തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം 55. ഇവരെ തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന 63. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. അത് എത്രയാണ്? എന്താ പറയുക? 8 ആണ്. സോ 8 യൂണിറ്റ് ആണ് കിട്ടുന്നത്. സോ 8 യൂണിറ്റ് ഇത് കിട്ടി. അത് എത്രയാണെന്ന് നമുക്കറിയത്തില്ല. അതിനെ അങ്ങോട്ട് വരാം. സോ 8 യൂണിറ്റ് എന്നൊരു ഉത്തരം വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇവർ തമ്മിലുള്ള, അതായത് ഇയാളുടെ സേവിങ്സ് എത്ര? ഇയാളുടെ സേവിങ്സ് 1200 ആണ്. ഇയാളുടെ സേവിങ്സ് എത്ര? 2000 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇവരെ തമ്മിൽ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം എന്ത് കിട്ടും? സോ 18000 കിട്ടും. സോ ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 18000 ഉത്തരം കിട്ടും. ഇനി അടുത്ത ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 200 കിട്ടും. സോ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. ആ ഡിഫറൻസ് എത്ര? 4800. സോ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് 4000. സോ ഇത് എന്തുവാണ്? 8 യൂണിറ്റ് 4800. സോ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര കിട്ടും? 600 കിട്ടും. ഈ സംഭവം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ വെച്ചില്ലേ, അവരുടെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടറാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇവിടെ കിട്ടുന്ന ഈ 600 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടറാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടി? 5 × 600, അതായത് 3000 ആണ് ഒരാളുടേത്. 7 × 600, അതായത് എത്ര? 4200 ആണ് അടുത്ത ആളുടെ. സോ രണ്ടുപേരുടെ നമുക്ക് ഇത്ര ഒരു ചെറിയ സ്റ്റെപ്പിനുള്ളിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്കിപ്പോൾ എല്ലാവരും നമ്മുടെ ചോദിച്ചു എക്സ്പെൻസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ 9 എഴുതുക, 11 എഴുതുക. കാരണം കണ്ടുപിടിക്കേണ്ടത് നമ്മൾ മുകളിൽ എഴുതുക. പിന്നെ 5ഉം 7ഉം എഴുതുക. സോ ഇവർ തമ്മിൽ ക്രോസ് ചെയ്ത് കിട്ടുന്ന എത്ര യൂണിറ്റ് ആണെന്ന് വെച്ചാൽ അത് ആ യൂണിറ്റ് സംതിങ്, അത്രയും യൂണിറ്റ് ഇറ്റ് ഈക്വൽ ടു സംതിങ് എന്ന് എഴുതി വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? ഇവർ തമ്മിലുള്ള ഡിഫറൻസ് അത് ഇപ്പോഴായാലും 1200. ഇനി എന്തുവാ? ഇവർ തമ്മിലുള്ളത് 2000. സോ എന്നിട്ട് ഇവരെയും വീണ്ടും ക്രോസ് ചെയ്യുക. സോ ആ കിട്ടുന്ന ഉത്തരം ഇതിൻ്റെ കൂടെ അങ്ങോട്ട് എഴുതി വയ്ക്കുക. അപ്പോൾ നമുക്ക് ഒരു യൂണിറ്റ് എത്രയാണെന്ന് കിട്ടും. അത് എവിടത്തെയാണ്? അത് ഈ പർട്ടിക്കുലറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ആയിരിക്കും. സോ അതുകൊണ്ട് നമുക്ക് എക്സ്പെൻസും കണ്ടുപിടിക്കാനായിട്ട് പറ്റും.